വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ആവോലി ഫിഷ് ഫ്രൈ ആണ്. ഓൾറെഡി നമ്മൾ മസാല എല്ലാം തേച്ച് വെച്ച് കണ്ടോ. ഇത് ക്ലീൻ ചെയ്യുന്ന എല്ലാ വീഡിയോ ഉണ്ട്. നിങ്ങൾ ആദ്യം പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇതിലോട്ട് പോകാം. നിങ്ങൾക്ക് ഈ ഫിഷ് കാണുമ്പോൾ മനസ്സിലാവും ഇത് ആവോലി ഫിഷ് അല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് ഈ ഫിഷ് ആവോലി എന്ന് പറഞ്ഞത്? ഈ വീഡിയോയ്ക്കകത്ത് ഉടനീളം ഞാൻ പറയുന്നത് ആവോലി ഫിഷ് എന്നാണ്. പക്ഷെ ഞാനും നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഫിഷാണിത്. ഞങ്ങൾ കടയിൽ പോയ സമയത്ത് ഞാനും പപ്പയും കൂടാണ് കടയിൽ പോണേ. അപ്പോഴാ കടക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് ഇത് ആവോലി വർഗത്തിൽ പെട്ട ഒരു ഫിഷാണെന്ന്. എനിക്കത് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങാമെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞു ആവോലി വർഗത്തിലുള്ള ഒരു ഫിഷാണ്, വെള്ള ആവോലി എന്നാണ് ഇതിന് പറയുന്നത്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഇതൊന്ന് എടുത്തു നോക്കും. അപ്പം ഞാനും ഫിഷിൻ്റെ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഈ ഫിഷ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ മനസ്സിലുള്ളത് ഒരു ബനാന ലീഫിനകത്ത് മസാലയൊക്കെ ചെയ്ത് പൊള്ളിച്ചെടുത്ത ഒരു ഫിഷ് എടുക്കാമെന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ആ ഒരു ടൈപ്പ് ഫിഷ് കിട്ടാൻ വേണ്ടിയാണ് നോക്കിയത്. അപ്പം കടയിൽ വേറെ മീനുകളൊന്നും ഇല്ല. അപ്പോൾ ഇതുണ്ട്, ഇത് ഏകദേശം ആ ഒരു സൈസിന് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ വാങ്ങാം. കിലോയ്ക്ക് 600 രൂപയാണ്. 3 എണ്ണം വാങ്ങിച്ചപ്പോഴത്തേക്ക് 600 രൂപയായി. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴേ മമ്മി പറഞ്ഞു ഇത് ആവോലിയൊന്നും അല്ല, നിങ്ങളെ പറ്റിച്ചതാ, ഇത് ആവോലി അല്ല എന്ന് പറഞ്ഞു. ഇതിന് മുമ്പിട്ട് ഇവിടെ ഈ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അവർ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആവോലി അല്ല എന്ന് മമ്മിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, എന്തായാലും ഇത് നമുക്ക് ഒരു വെറൈറ്റി രീതിയിൽ റെസിപ്പി ആയിട്ട് നോക്കാം. ഒരു ബനാന ലീഫ് വെച്ചിട്ട് മസാല പൊള്ളിക്കാമെന്നാണ് ഞാൻ മമ്മിയോട് പറഞ്ഞത്. അങ്ങനെ മമ്മി എനിക്ക് ഈ ഫിഷാണെങ്കിൽ വെട്ടിത്തരുന്നത്. അതൊക്കെ പോയിട്ട് ഞാൻ ഈ ഫിഷിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ഫിഷിൻ്റെ പേര് സ്പേഡ് ഫിഷ് എന്നാണ്. പല നാട്ടിലും ഇതിന് പല പേരിലാണ് അറിയപ്പെടുന്നത്. സാധാരണ ഇംഗ്ലീഷിൽ ഇതിന് സ്പേഡ് ഫിഷ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റും. പല ആൾക്കാരും ഇതിൻ്റെ റിവ്യൂസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ആദ്യമായിട്ടാണ് ഈ ഫിഷ് കിട്ടുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യാം. സത്യസന്ധമായിട്ട് ഇതെങ്ങനെയുണ്ട് ഈ ഫിഷ്. നമ്മൾ ആവോലി എന്ന് പറഞ്ഞ് വാങ്ങുകയും ചെയ്തു, വെള്ള ആവോലി എന്ന് പറഞ്ഞ് വാങ്ങുകയും ചെയ്തു. പിന്നെ ഇത് എങ്ങനെ ഉണ്ടാവും, ഇത് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി ഇത് പൊള്ളിക്കുമ്പോഴും ടേസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നിങ്ങൾ ഇനി പറ്റിക്കപ്പെടരുതല്ലോ. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി പറ്റിക്കപ്പെട്ടു. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ളൊരു റിവ്യൂ അത് എല്ലാവരും അറിയട്ടെ. ഗൂഗിളിലൊക്കെ ഞാൻ നോക്കിയ സമയത്ത്, യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇത് നല്ല റിവ്യൂ ആണ് ഈ ഫിഷിനുള്ളത്. എല്ലാവരും പറയുന്നത് നല്ല രുചിയുള്ളൊരു ഫിഷാണ്. അപ്പം ഞാനും അതേ പ്രതീക്ഷയിലാണ് ഈ ഫിഷ് വാങ്ങിയത്. മമ്മിയും കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച് ഇത് വേറൊരു വെറൈറ്റി രീതിയിൽ വാഴയിലൊക്കെ പൊള്ളിച്ച് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. നമുക്കും ഇത് സെയിം ചെയ്തിട്ട് ഇതിനെ പറ്റിയ റിവ്യൂ എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് തന്നെ പറയണമെന്ന് എനിക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഫ്രൈ ചെയ്യാനുള്ള മസാലയും സ്പെഷ്യലായിട്ടുള്ള മസാലയൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്യുന്ന മസാലകൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ലെമണ് സ്ക്യൂസ് ചെയ്തു. പിന്നെ കുറച്ച് എണ്ണയും കൂടെ വെച്ച് നല്ല രീതിയിൽ അതൊരു മസാലയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഒരു 2-3 മണിക്കൂർ ഇത് മസാലയെല്ലാം ഫിഷിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീടാണ് ഞാനിത് ഫ്രൈ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എണ്ണ തിളപ്പിക്കാൻ വെച്ച് ഇനി ഈ ഫിഷ് മസാലയിട്ട ഈ ഫിഷ് നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം. നമുക്കിത് തിരിച്ച് ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മറിച്ചതാണ്. നമുക്ക് ഒരു സൈഡ് 2 സൈഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമുക്ക് ഇനി
പതുക്കെ ഒരു സൈഡും കൂടെ ഇടാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പത്തെ ഗ്യാസിൽ തന്നെ ഇത് ഗ്യാസ് കത്തിച്ചിട്ട് ഈ വാഴയില വാട്ടാം. നമ്മൾ ബനാന ലീഫിനകത്ത് പൊതിഞ്ഞ് കെട്ടിയിട്ട് പിന്നെ അത് ഫ്രൈ ചെയ്യും, ഈ മസാല എല്ലാം കൂടെ. ഇത് രണ്ട് സൈഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഇത് മൂക്കിപ്പം നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് രണ്ടാമത്തെ മീൻ ആവൂലി എടുത്ത് എണ്ണയ്ക്കകത്ത് അതേ എണ്ണ നമുക്കിത് തിരിച്ചിടാം. ഒരു സൈഡ് ഓൾറെഡി ആയി, ഇനി അടുത്ത സൈഡ് ഇടാം. നമുക്ക് എന്തായാലും ഇവിടെ കിടന്ന് അത് മൊരിയട്ടെ. അതിനുമുമ്പ് ഇതിനകത്തുള്ള മസാല ഇത് ഞാൻ ഒന്നും ചെയ്തില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു 4 ഉള്ളി, ഒരു 3 ചെറിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക്, പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പിട്ടിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് നമ്മുടെ പൊടികളൊക്കെ ഇല്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ആ പൊടികളെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മസാല പോലെ ആക്കി. ഇനി ഈ മസാലയാണ് നമ്മൾ ഈ വാഴയിലേക്കകത്ത് വെക്കുന്നത്. നമുക്ക് ആദ്യം ഈ വാഴയിലയുടെ ആദ്യത്തെ ലെയർ ചെയ്യാം. ഫിഷ് അതല്ല, നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഫിഷ്. ഈ ഫിഷ് ഇതിനകത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം, ബെഡിനകത്ത് നമ്മൾ കിടക്കുന്നത് പോലെ ഫിഷിനെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാലയും കൂടെ, ബാക്കി വന്ന മസാല ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇത് നമ്മൾ ആ സമയത്ത് ഒരു കാര്യം മറക്കരുത്, ഇവിടെ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഈ ഫിഷിനെ നമുക്ക് തിരിച്ചിടാം, അല്ലെങ്കിൽ ഇത് കരിക്കും. ഇത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം. ഇതുകൊണ്ട് ഇതിങ്ങി പൊതിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ വാഴയില വള്ളിയുണ്ട്, ആ വാഴയില വള്ളി വെച്ച് ഇങ്ങനെ കെട്ടി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ബനാന ലീഫ് ഫിഷ് ഫ്രൈ മസാല. ഇനി നമുക്കിത് പൊള്ളിക്കാം. നമ്മളിപ്പോൾ ഈ തവയ്ക്കകത്ത് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫിഷ് ഫ്രൈയുടെ മസാല ഓൾറെഡി തവ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ എണ്ണയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഇതിനകത്തോട്ട് വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പൊള്ളിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് ചൂടാകുമ്പം ഈ ഒരു വശം മാറ്റിയിട്ട് അപ്പുറത്തെ വശം ഇട്ട് കൊടുക്കും. നമ്മുടെ മൂന്നാമത്തെ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തു, ബനാന ലീഫിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം. ഇതിനകത്തോട്ട് മാറ്റിയെന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് മറ്റേ പ്ലേറ്റിലോട്ട് മാറ്റാനും ഇതാകുമ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതിപ്പോഴേ ഒന്നും കഴിക്കരുത്. ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാം. തികച്ചും സത്യസന്ധമായ ഒരു റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഫിഷ് ഫ്രൈ മസാലയുടെ ഈ ഇല പൊട്ടിച്ചപ്പോഴത്തേക്ക് അസാധ്യ മണമായിരുന്നു. മസാലയുടെയും വാഴയിലയുടെയും കൂടെ ഒരു കോമ്പിനേഷനിലുള്ളൊരു മണം.
അത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ അതിനെക്കാട്ടിലും കൂടുതൽ പ്രതീക്ഷയോടാണ് ആദ്യം മസാല ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഫിഷിന് ഞാൻ പിന്നീട് ടേസ്റ്റ് ചെയ്യാം, ആദ്യം മസാല ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മസാലയുടെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു, നല്ല രുചിയായിരുന്നു. അത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു, മസാല അടിപൊളി രുചിയായിരുന്നുള്ളത്. പിന്നീട് ഞാനാണെങ്കിൽ ഫിഷ് ടേസ്റ്റ് ചെയ്തു. ഫിഷിന് ഒരു തരത്തിലുള്ള ഒരു രുചിയുമില്ല ആ ഫിഷിന്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്താൽ പോലും ഒരു രുചി വരും. സാധാ ഒരു ഏത് ഫിഷാണെങ്കിലും നമുക്കൊരു ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു രുചി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു രുചി പോലും ഈ ഫിഷിന് കിട്ടത്തില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു രുചിയാണ്. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പം നമുക്ക് ആ ഫ്രൂട്ടിൽ നിന്ന് ഒരു വികാരവും തോന്നുന്നില്ലല്ലോ, വെറുതെ കഴിക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ. അതേപോലെ ഈ ഫിഷിൻ്റെ പോലും ഒരു രുചിയില്ല, വെറുതെ നമ്മൾ ചുമ്മാതിരുന്ന് കഴിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അത് ഞാൻ ഡീപ്പായിട്ട് കഴിച്ച് നോക്കിയപ്പോഴും അതേ അഭിപ്രായമാണ് എനിക്കുണ്ടത്. ഞാനിത് ആർക്കും പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ, അതെനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. കാരണം യൂട്യൂബിൽ പലതരത്തിലുള്ള റിവ്യൂസ് വന്നിട്ട് ഈ ഫിഷിനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്, സൂപ്പറാണ്, നിങ്ങൾ ഇതുപോലത്തുള്ള കറി വെച്ച് നോക്കണം, കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ പല തമ്നെയിലാണ് ഇത് യൂട്യൂബിൽ മൊത്തം കിടക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് ഇട്ട് ഇതിൻ്റെ മസാലകളാണെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഏറ്റവും അടിപൊളിയാക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഞാൻ പലതരത്തിലുള്ള ഫിഷ് വെച്ചിട്ട് ഞാൻ റെസിപ്പി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഉള്ള ഒരു രുചിയുടെ അടുത്ത് പോലും ഈ ഫിഷിൻ്റെ രുചി വന്നിട്ടില്ല. ഒരു തരത്തിലുള്ള ഒരു വികാരവും ഇല്ലാത്തൊരു ഫിഷാണ് സ്പേഡ് ഫിഷ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം, വെറുതെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്നത് സത്യമാണോ ഇല്ലയോ നിങ്ങൾക്ക് നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ മമ്മിയാണെങ്കിൽ ഇതിന് മുമ്പിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം മമ്മി പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് ഒട്ടും ഒരു രുചിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഫ്രൈ ചെയ്തപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് രുചിയുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു രുചി വരുമല്ലോ, ആ ഒരു രുചി എന്നാണ് മമ്മി പറഞ്ഞത്. പക്ഷേ എനിക്ക് യാതൊരു തരത്തിലും പറയാൻ പറ്റത്തില്ല ഇതിനൊരു രുചിയുണ്ടെന്ന്. ഒട്ടും രുചിയില്ലാത്തൊരു ഒരു തരത്തിലുള്ള നമ്മുടെ ടൈമും എല്ലാ എഫേർട്ടും എല്ലാം വേസ്റ്റ് ആയി പോയിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു ഇത്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ചെയ്തോളൂ. എൻ്റെത് ഞാനിപ്പോൾ എന്തായാലും പറഞ്ഞു. എന്നാൽ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.